ഹലോ മക്കളെ, എല്ലാവർക്കും റായത്ത് തന്നെയല്ലേ? അപ്പോൾ ഇന്ന് നോമ്പിൻ്റെ സ്പെഷ്യലായിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പൊളി ഐറ്റമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. കറിക്ക് കോഴി കൊണ്ട് വന്നെങ്കിൽ കുറച്ച് കോഴി അവിടെ നിന്ന് മാറ്റി വെച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അടിപൊളി ഐറ്റംസ് ഉണ്ടാക്കാൻ പറ്റും. ഒരു 2 ബ്രസ്റ്റ് പീസ്, അതായത് നെഞ്ഞിൻ്റെ പീസ്, അത് 2 എടുത്ത് വെച്ചാൽ ഒരു നോമ്പ് തുറക്കുള്ള ഐറ്റം നിങ്ങൾക്ക് റെഡിയായി കിട്ടും. അപ്പോൾ ഇനി ഞാൻ എല്ലില്ലാത്ത ചിക്കന്, ബോൺലെസ് ചിക്കന് 250 ml മെഷർമെൻറ്റ് കപ്പിൽ 1 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ അൽഫാം മസാല, 1/2 ടീസ്പൂൺ പെപ്പർ പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ചില്ലി സോസ്, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, അല്പം മഞ്ഞൾപ്പൊടി. ഇത് ഇത്രയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കിയിട്ട് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ തന്നെ. നമ്മളെ കയ്യിലുള്ള സാധനം മാത്രമാണ്. ഇതാ ഞാനിവിടെ മൂടി വെച്ചിട്ട് 1 മണിക്കൂറിന് ശേഷമാണ് ഇത് ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1/2 കപ്പ് മൈദപ്പൊടിയും 1/2 കപ്പ് കോൺഫ്ലോറും. ഇതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ഇട്ടിട്ട് നല്ലപോലെ മിക്സാക്കിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഈ മുള്ള് പെരക്കി വെച്ചിട്ടുള്ള കോയിനെ ഈ മൈദ മിക്സിലേക്ക് നല്ലോണം മിക്സാക്കിയിട്ട് എടുക്കണം. ഇതാ വീഡിയോ കാണുന്ന രീതിയിൽ ശ്രദ്ധിക്കണം. ഈ മൈദയും കോൺഫ്ലോറും കോയിലേക്ക് നല്ല പോലെ പിടിക്കണം. ഇങ്ങനെ അമർത്തിയിട്ട് മിക്സാക്കിയിട്ട് എടുക്കുമ്പോഴത്തേക്ക് ഇത് നല്ലോണം കോട്ടിങ് ആവും. ഇങ്ങനെ നല്ലോണം കോട്ടിങ് ആയതിന് ശേഷം ഇതിൻ്റെ മുകളിൽ എക്സ്ട്രാ ഉള്ളതല്ല ഇങ്ങനെ കുടഞ്ഞിട്ട് എടുക്കണം. അല്ലെങ്കിൽ എണ്ണയ്ക്ക് ഇടുന്ന സമയത്ത് എണ്ണ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. കണ്ടല്ലോ, അതായത് ഈ വീഡിയോയിൽ കാണുന്ന രീതി എല്ലാം കുടഞ്ഞിട്ട് എടുക്കണം. ഇത്രയേ ഉള്ളൂ. ഇനി എണ്ണ നല്ല പോലെ തിളപ്പിച്ചിട്ടായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതാ ഇപ്പോൾ ഫുള്ള് തീയിലുള്ളത് 1 മിനിറ്റ് ഫുള്ള് തീയിൽ തന്നെ വെക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒരു 7-8 മിനിറ്റ് വേവിച്ചാൽ മതി. ഇടയ്ക്കിടയ്ക്ക് നല്ലോണം തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം. അപ്പോൾ എല്ലാ ഭാഗത്തും നല്ല മൊരിഞ്ഞിട്ട് വരും. ഇനി ഒരു 8 മിനിറ്റ് ആകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയിട്ട് എടുക്കാം. ബോൺലെസ് ചിക്കനാണ്, ചെറിയ ചെറിയ പീസാണ്. അതുകൊണ്ട് തന്നെ കുറേ സമയമൊന്നും വേണ്ട വെന്ത് കിട്ടാൻ. അപ്പോൾ എല്ലാം ഇതേപോലെ തന്നെ ചുട്ടെടുക്കണം. ഇപ്പോഴത്തെ ബാച്ചെല്ലാം ഞാൻ കോരിയിട്ട് എടുത്തിന്. ഇനി ബാക്കിയുള്ളതും ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ പോപ്പാണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കോഴി എപ്പോഴും നമ്മളെ പുറക്ക് കൊണ്ടുവരുന്നതല്ലേ, 2 പീസ് മാറ്റി വെച്ചാൽ മതി. എന്നിട്ട് എല്ലില്ലാതെ പോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ വേറെ എന്ത് വേണ്ടത്, മുളക് പൊടിയും മൈദപ്പൊടിയും നമ്മളെ പോലെ എപ്പോഴും ഉള്ളത് തന്നെയല്ലേ. അപ്പോൾ ഇങ്ങനെ കാച്ചിട്ട് എടുത്തു നോക്കി. കുഞ്ഞുമക്കൾക്കും വലിയാക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. നോമ്പ് തുറക്കുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള സ്നാക്സും റെഡി. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്ക്. കിച്ചണിലേക്ക് പോയിട്ട് ഒരു കണ്ട കോഴി എടുത്തിട്ട് മക്കളെ മുറിച്ചിട്ട് ഇപ്പം തന്നെ ആക്കിയത്, നാളേക്കൊന്നും വെക്കണ്ട. ഇത് കാണുമ്പോൾ തന്നെ എന്തോ ഒരു പാങ്ങ് മക്കളെ. പിന്നെ കഴിക്കാനുള്ള ടേസ്റ്റ് അത് പറഞ്ഞിട്ടൊന്നും അറിയിക്കാൻ കഴിയുന്നതല്ല. നല്ല അൽഫാമിൻ്റെ മസാല എല്ലാം ഇട്ടത് കൊണ്ട് തന്നെ എന്തോ ഒരു ടേസ്റ്റ് തന്നെ. ഇനി അൽഫാം മസാല ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളിലുള്ള മുളക് പൊടി കുറച്ച് അധികം ഇട്ടാൽ മതി. ഗരം മസാലയും ബാക്കിയെല്ലാം ഇട്ടിട്ട് ഇങ്ങനെ ആക്കുക. അൽഫാം മസാല ഇടുമ്പോൾ നമുക്ക് അൽഫാമിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ഇഷ്ടമായെങ്കിൽ ഇപ്പം തന്നെ ഒരു വീഡിയോക്ക് ലൈക്ക് കൊടുത്തത്. അതേപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ആക്കിയിട്ടാങ്കിൽ നോക്കിയപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ആക്കിയത്. പറ്റുമെങ്കിൽ മക്കളെ നിങ്ങളെ ചങ്ങായിമാർക്കെല്ലാം ഷെയർ ആക്കിയത്. വീണ്ടും കാണാം. ജസാക്കല്ലാഹ് ഖൈർ.